അതെ. ജില്ലയിലെ മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലൊക്കെ പദവികൾ വഹിച്ചു. അവസാന 2 വർഷം ഡെപ്യൂട്ടി മേയറായി രാഷ്ട്രീയ പ്രവർത്തന പാർട്ടിയുടെ അംഗീകാരം ഉണ്ടാകും. തീർച്ചയായും എനിക്ക് പാർട്ടി കാലാകാലങ്ങളിൽ ഇന്ന് വരെ KSU മുതൽ ഇവിടം വരെ എല്ലാ അംഗീകാരവും തന്നിട്ട് തന്നെയാണ് ഞാൻ വളർന്നു വന്നത്. ആ വളർച്ചയിൽ എല്ലാവരുടെയും പങ്ക് വലുതാണ്. അതിൻ്റെ ഇതിൽ തന്നെയാണ് ഇന്ന് ഞാൻ ഡെപ്യൂട്ടി മേയറായി നിൽക്കുന്നത്. ഇപ്പോൾ മേയർ പദവിയിൽ എത്തിയതും അതിൻ്റെ ഏറ്റവും വലിയ അംഗീകാരമാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് പാർട്ടി തന്ന ഏറ്റവും വലിയ അംഗീകാരം. തീർച്ചയായും പാർട്ടി നേരത്തെ ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു വലിയ പദ്ധതികൾ. ആ പദ്ധതി നമ്മൾ UDF സംവിധാനത്തിൽ നല്ല രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതോടൊപ്പം ഒരുപാട് പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്തു വരികയാണ്. അത് നല്ല രീതിയിൽ കോർപ്പറേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം. നമ്മളെല്ലാവരും കഴിഞ്ഞ തവണത്തേനേക്കാളും നല്ല ഒരു ഭൂരിപക്ഷത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നല്ല ഒരു വികസന പ്രവർത്തനം കാഴ്ചവെക്കാൻ പറ്റും എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അത് കളവാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. കണ്ണൂരിലെ ജനങ്ങൾക്ക് അറിയാം എന്താണ് അവർ പറയുന്നതെന്ന്. അപ്പോൾ അതൊന്നും ജനങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. ഇവിടെ നടത്തിയ കഴിഞ്ഞ 5 വർഷത്തെ ഭരണ നേട്ടം അത് നമ്മുടെ വിജയത്തിന് വലിയ കാരണമായിട്ടുണ്ട്. അത് ജനങ്ങൾ എന്താ പറയുക തള്ളിക്കളഞ്ഞു എന്നുള്ളതിൻ്റെ ഇത് തന്നെയാണ് നമ്മുടെ ഈ വിജയം. എന്തായാലും ഇനി വരുന്ന 5 വർഷവും UDF ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഭരണസമിതി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കണ്ണൂരിൻ്റെ വികസനം അത് നമ്മുടെ UDF കൊണ്ടുവരുന്ന വലിയ പദ്ധതികൾ ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ പദ്ധതികൾ പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഇടപെടലുകളും ഞങ്ങൾ നടത്തി മുന്നോട്ട് പോകും. കണ്ണൂരിൻ്റെ മുഖച്ഛായ മാറ്റുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.